നാളെ നടക്കുന്ന സമരം തീർച്ചയായിട്ടും പിന്നെ ആ സമരം ഇപ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ള കാരണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. കേന്ദ്രം തരേണ്ട ഈ കാര്യത്തെ സംബന്ധിച്ച് സമീപനമെടുത്ത് കേന്ദ്രത്തിനെതിരായി ഒരുമിച്ച് കേന്ദ്രത്തിൻ്റെ നിലപാട് തിരുത്തി ഈ പണം നമുക്ക് തരണമെന്ന് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കണം. കാരണം ഇതെല്ലാം കൃത്യമായി കണക്കുള്ളതാണല്ലോ. ആ പണിമുടക്കൊണ്ട് വെറും രാഷ്ട്രീയമായ കാര്യമാണ് ചെയ്യാൻ പറ്റുക. ആരൊക്കെ ചേർന്നാ? BJP ഉണ്ട്. യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരത്തിൽ BJPയും കോൺഗ്രസും കൂടെ അല്ലേ? BJP ഇല്ലാതുണ്ടോ? അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന വേട്ടക്കാരന് ഒപ്പം വേട്ടമൃഗത്തിനൊപ്പവും വേട്ടക്കാരനൊപ്പവും എന്ന് പറയുന്ന പോലെയാണ്. അവിടെ ഇത് കൊടുക്കാതിരിക്കുന്ന ആളുകളുടെ കൂടെ ചേർന്ന് ഇവിടെ സമരം ചെയ്യുക. ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷത്തിനെയും ഇന്ത്യയിലെ മുഴുവൻ വ്യത്യസ്ത അഭിപ്രായങ്ങളെയും, പ്രതിപക്ഷത്തിനെ അല്ല, പത്രക്കാർക്കുൾപ്പെടെ വ്യത്യസ്ത അഭിപ്രായം പറയാവുന്ന സാമൂഹ്യ സാഹചര്യം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിൽ അത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ ഭാവിയുടെ എല്ലാം പ്രശ്നമാണ് എന്ന് കരുതി കേരളത്തിലെ UDF ഉത്തരവാദിത്തമുള്ള പാർട്ടി എന്ന നിലയിലാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും മറ്റുള്ളവരും ചേർന്ന് ചെയ്യേണ്ടതാണ്. അതിനു പകരം ഇതിൻ്റെ കൂടെ ഇതെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ കൂടി സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ സമരം ചെയ്യാൻ പോകുന്ന എന്താ കാര്യം? സാധാരണഗതിയിൽ ഏത് സമരത്തിനു മുമ്പ് ഗവൺമെൻറ്റിന് നിങ്ങളെല്ലാവരും സമരം ചെയ്യൂ എന്ന് പറഞ്ഞല്ലല്ലോ ഓർഡർ ഇറക്കുന്നത്. സമരം ചെയ്യുന്നതിന് നമ്മുടെ നിയമം അനുസരിച്ചിട്ട്, കേരളത്തിൻ്റെ സർക്കാർ നിയമം അനുസരിച്ച് ആര് സമരം ചെയ്താലും ആ സമരത്തിന് മുമ്പുള്ള ഉത്തരവെന്ന് പറഞ്ഞാൽ അതൊരു മാനദണ്ഡം. അത് ഭരണകക്ഷി പ്രതിപക്ഷമൊന്നും നോക്കിയല്ല, പണിമുടക്ക് പോലുള്ള കാര്യങ്ങളിൽ അതിനകത്ത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷേ പ്രശ്നം എന്താ? സാധാരണ സർക്കാർ ജീവനക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കോവിഡ് സമയത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ശമ്പള പരിഷ്കരണം നടത്തിയില്ല. കേരളത്തിൽ ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും ആ സമയത്താണ് നടത്തിയത്. അത് കഴിയുമ്പം DAയുടെ പ്രശ്നം വരുന്നുണ്ട്. DA അതിനുശേഷം കൊടുക്കാനുണ്ട്, കുറച്ച് DAകൾ കൊടുക്കാനുണ്ട്. ഇത് നേരത്തെ ഇങ്ങനെ കൊടുക്കാത്ത പിന്നീട് ഒരുമിച്ച് കൊടുക്കുന്ന അവസ്ഥയുണ്ട്. കൊടുക്കുമെന്ന് പറഞ്ഞു, ഇതൊന്നും ഒളിച്ചു വെച്ചിട്ടല്ല. DA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഘട്ടമായി കൊടുക്കും. ഗവൺമെൻറ് ആ കാര്യത്തിനാണ് ശ്രമിക്കുന്നത്. ഇവിടെ വലിയ തോതിൽ പണം വെട്ടിക്കുറച്ച് പിന്നെ നമ്മുടെ ഇത്രയും 57,000 കോടി രൂപ വെട്ടിക്കുറച്ചപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം വർദ്ധിപ്പിച്ച സംസ്ഥാനം കേരളമായതുകൊണ്ടാണ് എത്രയോ പ്രാവശ്യം വന്ന വാർത്തയുണ്ട് കേരളത്തിൽ ശമ്പളം നിന്നു പോകും. ഏറ്റവും കൂടുതൽ വരുമാനം വർദ്ധിപ്പിച്ച ഒരു സംസ്ഥാനമായതുകൊണ്ടാണല്ലോ ആ മേഖലയിലൊന്നും തടസ്സം വരാതിരിക്കുന്നത്. പക്ഷേ ആ തടസ്സം വരാതിരിക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ പണം കേരളത്തിൻ്റെ പെട്ടിക്കകത്തുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടാനുള്ളതിൻ്റെ 1/3 പണം തരാതെ അവിടെ വെച്ചേക്കുമ്പോൾ ആ പണം മേടിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ? പത്രക്കാരുടെയും വലിയ പ്രവർത്തനം അതിനാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ മേഖലയിലും ബാധിക്കുന്നതാണിത്. നമ്മൾ ഇത് വിവിധ സംസ്ഥാനത്തെ ഇതിന് സഹകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും ക്ഷണിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ വരേണ്ടതാണ്. എന്തായാലും BJP മുന്നണിയിലെ ആളുകൾ ഇതിന് വരില്ലല്ലോ. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ മാനസികമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണം. കേരളത്തിലെ ഈ കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാ മുഖ്യമന്ത്രിമാർക്കും എല്ലാ ഗവൺമെൻറ്റിനും ഞങ്ങൾ ഇന്ന കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് ഇന്ന കാര്യങ്ങളാണ് കിട്ടാൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിവിധ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ കേരളത്തിന് വേണ്ടി മാത്രമല്ല ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്താണല്ലോ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന 41% ഇപ്പോൾ ആകെ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ താഴോട്ട് കൊടുക്കുന്നത്. ആ താഴോട്ട് കൊടുക്കുന്ന വരുമാനം 41 എന്നുള്ളത് 32 ആക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ്. ആ പറഞ്ഞാരാ? നമ്മളാരും അല്ല, വളരെ ആധികാരികമായ ആളുകൾ പറഞ്ഞു എന്നാണല്ലോ വാർത്ത. അപ്പോൾ ക്ലിയറല്ലേ നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ? ഓരോന്നോരോന്ന് വന്ന് വീഴുകയാണ് ക്ലിയറായിട്ട്. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട പത്രങ്ങളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും തന്നെ പറഞ്ഞു, ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പറയുന്ന കാര്യം ശരിയാണല്ലോ. ഈ പറഞ്ഞ തെളിവ് നേരെ വന്ന് വീഴുമല്ലേ? ഈ തെളിവ് വന്ന് വീഴുന്നു എന്ന് പറഞ്ഞാൽ കോടതിയുടെ ഭാഷയിലെ തെളിവല്ല, ജനങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇവർ പറഞ്ഞത് തന്നെ. പക്ഷേ അത് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് പ്രസിദ്ധീകരിച്ചത്. ആ പ്രധാനപ്പെട്ട പേജിൽ നിന്നൊക്കെ അത് മാറ്റിയെന്ന് വന്നു. അത് പിന്നെ ബ്ലോക്കാക്കി എന്നുള്ള വാർത്തയും കേട്ടു. പത്രങ്ങളിൽ വരുന്ന വാർത്ത പോലും പലപ്പോഴും പുറത്ത് വരുന്നില്ല. അപ്പോൾ ഈ സംഭവം എല്ലാവരും ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രാഷ്ട്രീയമായി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ചിലപ്പം ഈ ഇത്തരം കാര്യങ്ങൾ ഓപ്പണായിട്ട് വന്നില്ലെങ്കിൽ അവരെയും ബാധിക്കുന്നതാണ് ഈ വരുമാനത്തിൻ്റെ പ്രശ്നം. വലിയ തോതിൽ ബാധിക്കുകയാണ്.